ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി കള്ളൻ എന്ന് വിളിക്കുമ്പോൾ വിളിക്കുന്ന ആൾക്കും വിളി കേൾക്കുന്ന ആൾക്കും ഒട്ടും സുഖകരമായിരിക്കില്ല. കള്ളൻ എന്ന വാക്ക് പൊതുവെ നമുക്കാർക്കും അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന വാക്കൊന്നുമല്ലല്ലോ. പക്ഷേ മുട്ടിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്, വെമ്പായം കഴിഞ്ഞുള്ളൊരു അങ്ങാടിയാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ വന്നിട്ട് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളൻ എന്ന് വിളിച്ചാൽ അയാൾക്കൊരു പ്രശ്നവുമില്ല, വിളിക്കുന്ന ആൾക്കും പ്രശ്നമില്ല. ആ ആള് ഇതാണ് കള്ളൻ വിജയൻ. എന്താ അങ്ങനെ പേര് വരാൻ കാരണം? കൊച്ചിലെ എന്റെ ചേട്ടച്ചാരാരമാണ് കൊച്ചു കള്ളന്ന് വിളിച്ച് ഇപ്പൊ അതിപ്പോ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാലേ അറിയപ്പെടൂ. ഇവിടെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. എന്റെ യഥാർത്ഥ പേര് ഇവിടെ ആക്കും അങ്ങനെ അറിഞ്ഞൂടാ. എന്റെ യഥാർത്ഥ പേര് എസ് വിജയകുമാർ എന്നാണ്. പക്ഷെ ആ പേര് ഇവിടെ ആക്കും അറിഞ്ഞൂടാ. കള്ളൻ എന്ന് പറഞ്ഞാൽ ആരും വേണോ പറയാം അതിനടുത്താണെന്ന് പറയും. കൊച്ചിലേക്ക് ആളുകൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ബുദ്ധിമുട്ടില്ല. എന്തെങ്കിലും മോട്ടിച്ചാലല്ലേ ബുദ്ധിമുട്ട് തോന്നുള്ളൂ. നമ്മൾ മോഷണക്കാരനല്ലല്ലോ, പിന്നെ അവൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലേ. ഈ വാർത്തകളിലൊക്കെ താങ്കള് വരുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ചാനലുകാരുടെ അടുത്തും ഞാനിങ്ങനെ തന്നെ പിന്നെ എൻ്റെ പേര് കള്ളൻ വിജയൻ എന്നാണ് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. പത്രത്തിൽ വന്നതും അങ്ങനെ തന്നെ, അപ്പോൾ എല്ലാത്തിലും അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ദേശാഭിമാനിക്കാർ വന്ന് ഇതെടുത്തു, വന്ന് ഞാൻ എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഞാനെല്ലാം പറഞ്ഞു എൻ്റെ പേര് കള്ളൻ വിജയൻ എന്ന് നോക്കണം, അങ്ങനെയാണ് എൻ്റെ പേര്, അങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവരും എടുത്തുകൊണ്ട് പോയി. ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ അറിയുന്നത്. ചാനലുകാരും അവരും വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ന്യൂസ് കണ്ടില്ലായിരുന്നു അപ്പോൾ, ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഇത് വലിയ പ്രശ്നങ്ങളായി. എന്ത് പ്രശ്നമൊന്നും എനിക്കറിഞ്ഞുകൂടാ. പിന്നെയാണ് അറിയുന്നത് ഇങ്ങനെ കള്ളൻ വിജയനെന്ന് അതിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ചില പത്രങ്ങളിലൊക്കെ വരും. അപ്പം നമുക്ക് അതിന് വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്. ഇന്ന് ദേശാഭിമാനി അങ്ങനെ കള്ളൻ വിജയൻ എന്നൊരു പേരുള്ളത് കൊണ്ട് അതിന്റെ ഞായറാഴ്ച സൺഡേ സപ്ലിമെന്റ് ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് എന്തോ സാങ്കേതിക ബുദ്ധിമുട്ടായിരിക്കും. അല്ല, എന്തായാലും ഈ പേരിന്റെ വലിയൊരു പ്രശ്നം വേണ്ട. ഇവിടെ എന്റെ പേര് ഇത് തന്നെയാണ്. ആ ചേട്ടൻ എന്ത് ചെയ്യാ? ജോലി ഞാൻ നാടകത്തിലായിരുന്നു. ഇപ്പൊ നാടകമൊക്കെ മതിയാക്കി നാടകത്തിന് ഉറക്കമൊന്നും ഒഴിയുമ്പോഴതുകൊണ്ട് ഇപ്പൊ വേറെ. ഇവിടെ ഇപ്പൊ ഇതെന്താ ഒരു സ്റ്റേജൊക്കെ? ഇത് നാടകത്തിന്റെ റിഹേഴ്സലിന് വേണ്ടിയിട്ട് ആർക്കും വരാം. ഒഴിവുണ്ടെങ്കിൽ ആർക്കും കൊടുക്കും. അങ്ങനെ വരാറുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് തന്നെ ഇപ്പൊ ഇവര് കോഴിക്കോടുകാരാണ്, അവരാണ് വരുന്നത്. ഇനി അടുത്ത് വരുന്ന ചങ്ങനാശ്ശേരിക്കാരാണ്. അപ്പോൾ പല സ്ഥലത്തുനിന്നും ഇവിടെ വരുന്നു, റിഹേഴ്സൽ നടത്തുന്നു, പോകുന്നു. അതായത് നാടക മേഖലയിൽ ഉള്ള ആളായിരുന്നു വിജയൻ ചേട്ടൻ. അദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്താണ്. വീടിന് സമീപത്ത് ഈ കാണുന്ന തരത്തിൽ ഒരു സ്റ്റേജ് കിട്ടിയിരിക്കുകയാണ്. അതായത് ഉത്സവപ്പറമ്പിലൊക്കെ ഉള്ള സ്റ്റേജിന്റെ നീളവും വീതിയും ഒക്കെ ഉള്ള അതേപടി ഒരു സ്റ്റേജ്. ഇവിടെ വന്ന് ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് റിഹേഴ്സൽ നടത്താം. ഇത് തന്നെ നോക്ക്, അണിയറ ചങ്ങനാശ്ശേരി എന്നതാണ്. ഇത് ഇവരുടെ പേരാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് വന്ന് റിയൽ സ്റ്റേജിൽ റിഹേഴ്സ് നടത്തി പോകാം എന്നതാണ്. ഈ വിജയൻ ചേട്ടനുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട വിവാദമുള്ളത്. അതായത് ദേശാഭിമാനിയുടെ സൺഡേ സപ്ലിമെന്റിൽ ഇന്ന് അച്ചടിക്കാതിരിക്കാൻ കാരണം കള്ളൻ വിജയൻ എന്ന ഒരു തലക്കെട്ട് അതിലേക്ക് വന്നാൽ അത് മറ്റർത്ഥങ്ങൾ ഉണ്ടാകും എന്ന് ദേശാഭിമാനിയുടെ മാനേജ്മെന്റ് വിചാരിച്ചിട്ട് അച്ചടിച്ച് പുറത്തിറക്കാതിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് നമ്മൾ വിജയൻ ചേട്ടന്റെ അടുത്തേക്ക് വന്നത്. എന്തായാലും ഒരു മുട്ടുസൂചി പോലും കക്കാതെ കള്ളനായ കള്ളൻ വിജയൻ ചേട്ടന്റെ അടുത്താണ് നമ്മളുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.